ഇന്ന് പുറത്തു വന്ന പുതിയ IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഈ IPL-ൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് RCB ടീമിനെ സംബന്ധിക്കുന്നതാണ്. RCB ഇന്നും കളി തോറ്റിരിക്കുകയാണ്. ലക്നൌവിനെതിരെയാണ് RCB കളി തോറ്റത്. ഇങ്ങനെ തന്നെ RCB മുന്നോട്ട് പോയാൽ ഇപ്രാവശ്യം പ്ലേ ഓഫ് പോലും കാണില്ലെന്നത് ഉറപ്പാണ്. ഇപ്പോഴിതാ RCB ടീമിൽ ചില മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. ഡുപ്ലസി അടുത്ത മത്സരത്തിൽ RCB ടീമിൻ്റെ ക്യാപ്റ്റൻ ആയിരിക്കില്ലെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. പകരം കോഹ്ലി ആയിരിക്കും അടുത്ത മത്സരത്തിൽ RCB ടീമിൻ്റെ ക്യാപ്റ്റൻ. കഴിഞ്ഞ IPL-ലും ഇതുപോലെ കോഹ്ലി RCB-യുടെ ക്യാപ്റ്റനായിട്ടുണ്ട്. കോഹ്ലി ക്യാപ്റ്റൻ ആയാൽ RCB ചിലപ്പോൾ കളി ജയിച്ചേക്കും. അടുത്തൊരു അപ്ഡേറ്റ് IPL-ന്റെ വാക്തർക്കവുമായി ബന്ധപ്പെട്ടതാണ്. IPL-ലുമായിട്ടുള്ള വാക്തർക്കത്തിൽ CSK ആരാധകനെ തല്ലിക്കൊന്നിരിക്കുകയാണ്. മുംബൈ ഇന്ത്യൻസ് ആരാധകരാണ് CSK ആരാധകനെ തല്ലിക്കൊന്നിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ നിന്നുള്ള ആരാധകനാണ് മരിച്ചത്. CSK-യുടെ കടുത്ത ആരാധകനായിരുന്നു ഇദ്ദേഹം. സംഭവത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹൈദരാബാദും മുംബൈയും തമ്മിലുള്ള മത്സരത്തിനിടെയായിരുന്നു സംഭവം. മുംബൈ തോൽക്കുമെന്ന് CSK ആരാധകർ പറഞ്ഞു. ഇതിനുശേഷമാണ് മുംബൈ ഫാൻസ് മർദ്ദിച്ചത്. അടുത്തൊരു അപ്ഡേറ്റ് രോഹിത് ശർമ്മയുമായി ബന്ധപ്പെട്ടതാണ്. മുംബൈ ടീം കളിച്ച 3 മാച്ചിലും തോറ്റിരിക്കുകയാണ്. ഒരു വിജയത്തിന് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ്. പാണ്ഡ്യ ക്യാപ്റ്റനായപ്പോൾ മുംബൈ ടീം മൊത്തത്തിൽ തകർന്നിരിക്കുകയാണ്. ഇപ്പോഴിതാ മുംബൈ ടീമിൽ അടിയന്തരമായി മീറ്റിംഗ് നടന്നിരിക്കുകയാണ്. ഇന്ന് മാനേജ്മെൻറ്റും രോഹിത് ശർമ്മയും തമ്മിലാണ് മീറ്റിംഗ് നടന്നത്. പാണ്ഡ്യ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. രോഹിത് ശർമ്മയെ തിരിച്ച് ക്യാപ്റ്റനാക്കണമെന്നാണ് മീറ്റിങ്ങിൽ പറഞ്ഞത്. എന്നാൽ രോഹിത് ശർമ്മ ഇക്കാര്യത്തിൽ യാതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രോഹിത്തെ സംബന്ധിച്ചാൽ വരുന്ന ദിവസം രോഹിത് ആയിരിക്കും മുംബൈയുടെ ക്യാപ്റ്റൻ. മുംബൈ മാനേജ്മെൻറ്റ് രോഹിത് ശർമ്മയെ തിരിച്ച് ക്യാപ്റ്റൻസിലേക്ക് കൊണ്ടുവരാനാണ് നീക്കം. ഉടനെ തന്നെ വലിയ പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ട്. അപ്പോൾ ഈ IPL-ൽ ഏത് ടീമായിരിക്കും കപ്പ് നേടുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.